Hey guys, Assalamu alaikum. You're watching Ju Vlogs and welcome back to my channel. പണ്ട് ചില കാർട്ടൂൺസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ, ടി വിയുടെ അകത്ത് കയറി പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്? കുട്ടിയായിരുന്നപ്പോൾ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മളുടെ ആഗ്രഹങ്ങൾ പറയുമ്പോഴും അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എഫേർട്ട് ഇടുമ്പോഴും നമ്മളെ ജഡ്ജ് ചെയ്യാൻ മാത്രം വെമ്പി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നൊക്കെ മാറി ലൈഫിൽ കുറച്ച് ദിവസങ്ങളെങ്കിലും ഇതേപോലെ സമാധാനമായിട്ട് അങ്ങനെ ജോലിയൊക്കെ കിട്ടി ഇൻഡിപെൻഡൻ്റ് ആയി ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തീരുമാനിച്ചതാണ് സേവ് ചെയ്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ ഏതൊക്കെയോ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നൊരു സ്ഥലമാണ് UAE-യിലുള്ള ഈ മിറാക്കിൾ ഗാർഡൻ. പേര് പോലെ തന്നെ ശരിക്കും മിറാക്കിൾ തന്നെയാണ് കേട്ടോ. UAE-യിൽ അൽബർഷ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മിറാക്കിൾ ഗാർഡൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ ലേറ്റ് 20s ഉള്ളത്. കുറച്ച് വർഷങ്ങളും കൂടി കഴിഞ്ഞാൽ എനിക്ക് 30 years ആവും. എൻ്റെ ഏർലി 20s എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് തീർക്കേണ്ടതെന്നും എനിക്ക് നല്ല ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളിലേക്കും എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. നാളെ ഞാൻ ഇല്ലാതായാലും എങ്ങനെ ഓർമ്മിക്കപ്പെടാനാണ് ഇഷ്ടം എന്ന് എന്നോട് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇങ്ങനെയാണ്: ലൈഫ് നമ്മൾക്കെതിരെ ത്രോ ചെയ്യുന്ന എല്ലാ ഒബ്സ്റ്റക്കിൾസിനെയും ഒറ്റയ്ക്ക് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന, എത്ര വലിയ പ്രശ്നങ്ങളുടെ ഇടയിലാണെങ്കിലും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു. ഒറ്റയ്ക്ക് പൊരുതി സ്വന്തമായൊരു സ്പേസ് കണ്ടെത്തി അവിടെ നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റ് അടിയറവ് വയ്ക്കാതെ ജീവിക്കാൻ പറ്റുന്നു. സ്ത്രീയായി ജനിച്ചതുകൊണ്ടോ കല്യാണം കഴിഞ്ഞതുകൊണ്ടോ അമ്മയായതുകൊണ്ടോ സ്വപ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ലെന്നും സ്വന്തം ജീവിതം കൊണ്ട് പറഞ്ഞു വെച്ചു പോയ ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. അതിലൊരാളായിട്ട് ഞാൻ ഓർമ്മിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മിറാക്കിൾ ഗാർഡൻ കാണാൻ പോയ ദിവസത്തെ വിശേഷങ്ങൾ കണ്ടോക്കാം. അന്ന് രാവിലെ നല്ല പത്തിരിയും കടലക്കറിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്ത് ടാക്സി വരാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. മുസ്തഫയുടെ കസിൻ്റെ മോളാട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അതൊരു പാർക്കായിരുന്നു, ചെറിയൊരു ഈവനിങ് വാക്കിനൊക്കെ പറ്റിയൊരു കുഞ്ഞു പാർക്ക്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഓടിക്കളിച്ചു. നല്ല ശാന്തസുന്ദരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സിറ്റിംഗ് ബെഞ്ചും മരങ്ങളും പിന്നെ അതേപോലെ തന്നെ നല്ല പുൽത്തകിടിയൊക്കെ ആയിട്ട് അത്യാവശ്യം കാറ്റുള്ളൊരു ദിവസമായിരുന്നു. വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു വെതർ ആയതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും ടാക്സി വന്നു. അങ്ങനെ നമ്മൾ ടാക്സിയിൽ കയറി. അവിടുന്ന് ഏകദേശം 15 to 20 minutes ട്രാവലേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ട്രാഫിക്കും ഉണ്ടായിരുന്നില്ല. ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മിറാക്കിൾ ഗാർഡൻ എത്തി. ആളവിടെ ലോക്കലായിട്ട് ടാക്സി ഓടിക്കുന്നുണ്ടെങ്കിലും ആൾക്ക് വലിയ പിടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് പോയത്. സോ ഫൈനലി വി ഹാവ് അറൈവ്ഡ് ഗൈസ്. പ്രൈവസി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ വീഡിയോസ് ഞാനധികം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ മിറാക്കിൾ ഗാർഡനിലെത്തി. നമ്മൾ ഓൾറെഡി ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്രോക്സിമേറ്റ്ലി 80 to 85 AD ആണ് പെർ ഹെഡ് നമ്മൾക്ക് മിറാക്കിൾ ഗാർഡനിൽ എൻട്രി ചെയ്യാനുള്ള ഫീസ്. കിഡ്സിനാണെങ്കിൽ അണ്ടർ 3 years ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാം. 3 yearsൻ്റെ മുകളിലുള്ള കിഡ്സിനാണെങ്കിൽ 60 AD ആണ് ചാർജായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് മിറാക്കിൾ ഗാർഡൻ്റെ എൻട്രൻസ്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് പുറത്തുനിന്ന് കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടു മതിയായിട്ടില്ല. ഒന്നുകൂടി പോകണം എന്ന് ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞങ്ങൾ മിറാക്കിൾ ഗാർഡൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഗ്യാപ്പിൽ അവർ ടിക്കറ്റിൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സെക്യൂരിറ്റിയിൽ നമ്മൾ ഈ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ സ്കാൻ ചെയ്യാനായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ടിക്കറ്റ് സ്കാൻ ചെയ്തു. ബിക്കോസ് മൾട്ടിപ്പിൾ എൻട്രീസ് പറ്റില്ല. അങ്ങനെ നമ്മൾ മിറാക്കിൾ ഗാർഡനിൽ എൻ്ററായി. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. 2 കുതിരകളുടെ ഷേപ്പാണ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ശരിക്കും നന്നായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഷോ ആണിത്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് സീസണിലും കൂടിയാണ്. എപ്പോഴും ഇതങ്ങനെ ഓപ്പണൊന്നുമല്ല. November to May ആണ് മിറാക്കിൾ ഗാർഡൻ ഓപ്പൺ ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീസണിലാവുന്നത് മെയിൻലി അവിടുത്തെ കാലാവസ്ഥ, അതേപോലെ തന്നെ ബാക്കി ഈ സമയം ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്ലാന്റ്സിനെയൊക്കെ നർച്ചർ ചെയ്യാനുള്ള ടൈമും കൂടി അവർ എടുക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ ഒരു ഡ്രീം വേൾഡിലൊക്കെ പോയ ഒരു ഫീലായിരുന്നു കേട്ടോ. ചുറ്റും മരങ്ങളും അതേപോലെ ഫുള്ള് പൂത്ത് നിൽക്കുന്ന ചെടികൾ, പല നമുക്ക് പേരറിയാത്ത പല ചെടികളും, അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലായിരുന്നു. മെയിൻലി ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മളവിടെ നിന്നൊന്നും പർച്ചേസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എവിലൈസിൻ്റെ കുറേ സാധനങ്ങൾ, അതേപോലെ ഇതൊക്കെ ഫോറിനേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളാണ്. എവിടെ പോകുമ്പോഴും നമ്മളിങ്ങനെ ഒരു മോണുമെൻറ്റ്സ് കളക്ട് ചെയ്യുന്ന
ഇൻട്രസ്റ്റൊക്കെ ഉള്ളവർക്ക് ആവശ്യമായിട്ട് വാങ്ങിച്ച് പോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സത്യത്തിൽ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. ഒന്നാമത്തത് ഇങ്ങനത്തെ എവിലൈസ് കൈൻഡ് ഓഫ് സാധനങ്ങൾ ഞാൻ ഇടാറില്ല. പിന്നെ അവിടെ അടുത്ത് തന്നെ ആ ഒരൊറ്റ ലൈനിൽ കുറേ ഷോപ്സൊക്കെ ഉണ്ട്, ഫ്രൂട്ട്സിൻ്റെ, ജ്യൂസിൻ്റെ, പിന്നെ അതേപോലെ ഫോട്ടോഗ്രാഫി, അങ്ങനെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ എൻട്രി ടിക്കറ്റ്. ഈ ടിക്കറ്റ് അല്ലാതെ നമുക്ക് കിട്ടുന്ന ടിക്കറ്റ് ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നടന്നു. പിന്നെ അവിടെ മറ്റേ കാരിക്കേച്ചറൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്, നമ്മളുടെ പെയിൻറ്റിങ് പോർട്രേറ്റ്സ് അങ്ങനെയൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു നല്ലൊരു എന്താ പറയുക ഫീൽ ഗുഡ് ആംബിയൻസ് തന്നെയാണ്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. പിന്നെ അവിടെ എപ്പോഴും ആളുകൾ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദുബായിയുടെ മാത്രമല്ല, പൊതുവേ പുറത്ത് ഞാൻ കണ്ടിട്ടുള്ളത് എപ്പോഴും ക്ലീൻ ആയിരിക്കും സിറ്റി. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ക്ലീൻലിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങും ലൈഫിൽ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും. കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യും, കുറേ പ്ലേസസൊക്കെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മൾ കണ്ടുപിടിക്കുകയല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഫ്രൂട്ട് പ്ലസ് ജ്യൂസൊക്കെ കിട്ടുന്ന ഷോപ്പുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഫ്രഷ് ജ്യൂസ് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ ചോദിക്കാനായിട്ട് പോയി. അതിൻ്റെ കൂടെ അവിടെ ഇരിക്കാനായിട്ട് സ്പേസ് ഉണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി ആംബിയൻസ് അല്ലേ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഡിസ്നി ലാൻഡിൻ്റെ മൂവീസിലൊക്കെ കാണുന്നത് പോലെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. മൊത്തത്തിൽ ഇങ്ങനെ ബ്ലൂം ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ബ്ലൂമിങ് ഫേസിലാണ് അവിടെ പോയതും. ആ സമയത്ത് ഞാൻ ജോബ് റിസൈൻ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിരുന്നു. എനിക്ക് കുറച്ചൊരു റിലീഫ് ആവശ്യമായിരുന്നു മൈൻഡിനും. അതേപോലെ തന്നെ എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കാണണം. എപ്പോഴും ഇങ്ങനെ വർക്കും സ്ട്രെസ്സും പ്രഷറും ഒക്കെ അടിച്ചിരിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ലൈഫൊന്ന് റീഫ്രഷ് ബട്ടൺ അടിക്കുന്ന പോലത്തെ ഒരു ഫീല് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ പോയത്. പിന്നെ കാഴ്ചകൾ നമ്മളെ ഒരുപാട് ഹീൽ ചെയ്യിപ്പിക്കുമല്ലോ. അപ്പോൾ ഇതെൻ്റെ ഒരു തെറാപ്പി കൈൻഡ് ഓഫ് ജേണി കൂടിയായിരുന്നു. അപ്പോൾ നമ്മൾ മിറാക്കിൾ ഗാർഡൻ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കുകയാണ്. നല്ലൊരു വെതറിലാണ് ഞാനവിടെ പോയത് കേട്ടോ. അപ്പോൾ അതും ഒരു ഏപ്രിലായിരുന്നു. അപ്പോൾ അവിടെ ശരിക്കും നമുക്ക് കണ്ണിന് മാത്രമല്ല മനസ്സ് ഭയങ്കരമായിട്ട് തണുത്ത് തിരിച്ചു വരാൻ പറ്റുന്നൊരു സ്പേസാണത്. ഒരുപാട് കളർഫുള്ളായിട്ടുള്ള കാഴ്ചകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പീസ്ഫുള്ളായിട്ട് അവിടെ ഇരുന്ന് എഴുതാൻ പറ്റും, നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പം എഴുത്തൊക്കെ ആയതുകൊണ്ട് തന്നെ എന്നത് വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കാണുന്ന കാഴ്ചകൾ ഒബ്വിയസ്ലി നമ്മളതിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കൂടുതൽ ഞാൻ അതിലോട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. ആഫ്റ്റർ ഇത് ഞാൻ ഒരുപാട് കഥകളൊക്കെ എഴുതാൻ എനിക്ക് ഈ ഒരു കാഴ്ചകൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ടു ബി ഓണസ്റ്റ്. പിന്നെ ഞാനവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോസ് എടുക്കുന്ന കണ്ടിട്ട് മലേഷ്യ ഓർ സിംഗപ്പൂരാണ് ആ കുട്ടിയുടെ നാഷണാലിറ്റി. ആ കുട്ടി എന്നെ കൊണ്ട് കുറച്ച് വീഡിയോസ് എടുപ്പിച്ച് സെൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തന്നു. ബിക്കോസ് ആൾക്കാർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളെ അട്രാക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് സത്യത്തിൽ വ്ളോഗിങ്ങിന് കിട്ടിയൊരു ട്രിഗറായിരുന്നു. ലൈക്ക് ഒരു അപ്രീസിയേഷനൊക്കെ പോലെയായിരുന്നു. അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു. പേഴ്സണലി ഞാൻ അതൊന്നും ഇതിൽ പോസ്റ്റ് ചെയ്യുന്നില്ല. ബേസിക്കലി നമ്മളുടെ വീഡിയോസ് ഇടുന്നത് പോലെയല്ല മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിൽ കയറി വീഡിയോ എടുക്കുന്നതും വീഡിയോസ് ഇടുന്നതും. കംപ്ലീറ്റ്ലി അവരുടെ ലൈഫും അതേപോലെ തന്നെ അവരുടെ ചോയ്സാണ് അവർക്ക് വീഡിയോസിൻ്റെ ഫ്രണ്ടിൽ വരണമെന്നുള്ളത്. അപ്പോൾ ഞാൻ വ്ളോഗ്സ് ചെയ്യുമ്പോൾ മാക്സിമം അത് ശ്രദ്ധിക്കാറുണ്ട്. ഇതിൽ അവരുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഞാൻ കംപ്ലീറ്റ്ലി ഒരു വെക്കേ മോഡലായതുകൊണ്ട് തന്നെ ഹാറ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് ആ പ്ലേസ് കാണാൻ പോയത്. പ്രത്യേകിച്ച് വെയിലൊന്നുമില്ല, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ഹാറ്റ് വെക്കുന്നത് കണ്ടിട്ട് മോൾക്കും ഹാറ്റ് വെക്കണം, പിന്നെ ഞാൻ എടുക്കുന്ന പോലെ വീഡിയോസ് എടുക്കണം. അങ്ങനെ മൊത്തത്തിലൊരു കോപ്പി ക്യാറ്റ് പരിപാടിയായിരുന്നു അവിടെ. ഈ ഒരു പെർട്ടിക്കുലർ ഒരു സ്പേസ് ഓഫ് മിറാക്കിൾ ഗാർഡനാണ് എൻ്റെ ഫേവറേറ്റ് ആയത്. അവിടെ പോയിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി. ഫ്രം ദെൻ ടിൽ നൗ എൻ്റെ വാൾപേപ്പർ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. സോ ഇതാണ് കേട്ടോ ആ ഫോട്ടോ. ഒരുപാട് പിക്സ് എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് അതൊക്കെ ആഡ് ചെയ്യാം. നമ്മൾക്ക് ഫാമിലീനെയൊക്കെ കാണിക്കാനായിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്തു. ഈ 9 മിനിറ്റ്സും കണ്ടുകൊണ്ടിരുന്നത് ശരിക്കും മിറാക്കിൾ ഗാർഡൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ്. ബാക്കി ഇനി ഉള്ളിലോട്ട് ഒരുപാട് കാണാനുണ്ട്. അവിടെ മെയിൻലി ഇങ്ങനെ സ്ട്രക്ചേഴ്സിൻ്റെ അകത്ത് ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. പോരാത്തതിന് ഫൗണ്ടെയിൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സിറ്റിംഗ് ബെഞ്ചാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇരുന്ന് സംസാരിക്കാനും ഫാമിലിയായിട്ട് പോകാനും
എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഓരോ സ്ട്രക്ചേഴ്സിൻ്റെ അകത്ത് അവർ പ്ലാന്റ്സ് നട്ടുപിടിപ്പിച്ചിട്ട് അത് ഫുൾ ബ്ലൂം ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഗാർഡൻ ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര മിറാക്കിളായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും മിറാക്കിൾ ഗാർഡൻ എന്ന് പേരിട്ടെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ സ്വിങ് ചെയ്യാൻ പറ്റിയ സ്പേസ് ഉണ്ട്. ഞാൻ അവിടെ ശരിക്കും ആസ്വദിച്ച് കുറച്ച് നേരം സ്വിങ് ചെയ്തു. പണ്ട് വളരെ ചെറുതായിട്ടിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ സ്വിങ്ങിലൊക്കെ ആടിയിട്ടുള്ളത്. പിന്നെ ഒരിക്കൽ എപ്പോഴോ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രൊജക്റ്റ് പാർട്ടിക്ക് പോയപ്പോൾ ഇങ്ങനെ ഒരു സ്വിങ് യൂസ് ചെയ്തൊരു ഓർമ്മ. പിന്നെ അവിടെ ഇങ്ങനെ ഫ്ലൈറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സ്ട്രക്ചേഴ്സിലാണ് അവർ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ട് അത് ബ്ലൂമായിരിക്കുന്നത്. ഇവിടെ ഫ്ലൈറ്റിൻ്റെ, അതേപോലെ ഹാർട്ട് ഷേപ്പിൽ, പിന്നെ നമ്മളുടെ ഹാൻഡിൻ്റെ ഒരു സ്ട്രക്ചർ, അങ്ങനെ പല പല സ്ട്രക്ചേഴ്സിലാണ് ഇവർ ഈ ഫ്ലവേഴ്സ് മൊത്തം ബ്ലൂം ചെയ്യിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതായത് അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇത് കീപ്പ് ചെയ്യുന്നത്. പിന്നെ അവിടെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് തരുന്ന ഫെസിലിറ്റിയും കൂടെ ഉണ്ട്. നമ്മൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഫോട്ടോ എടുത്ത് തരും. നമ്മൾ തൽക്കാലം അവിടെ നിന്നൊന്നും എടുത്തില്ല, ബിക്കോസ് ഓൾറെഡി നമുക്ക് ഒരുപാട് വീഡിയോസും ഫോട്ടോസും നമ്മളുടെ നല്ല ഫോണിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേണമെങ്കിൽ അത് പ്രിൻ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് ആ ഒരു ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്തില്ല. പിന്നെ ഈ സൈക്കിൾ കണ്ടപ്പോൾ എനിക്ക് എന്താ ഓർമ്മ വന്നെന്നറിയോ, CID മൂസയിൽ അവരെല്ലാവരും കൂടി പോകുന്നൊരു സൈക്കിളില്ലേ, നമ്മൾ കാലത്ത് വന്ന് ഏകദേശം രാത്രി വരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. ഇപ്പോൾ ഓൾറെഡി കുറച്ച് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. പിന്നെ സൺഫ്ലവറൊക്കെ ഇങ്ങനെ ലൈവായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ വീഡിയോസിലും ഫോട്ടോസിലും മാത്രമേ കണ്ടിട്ടുള്ളൂ. എൻ്റെ ആഗ്രഹമായിരുന്നു സൺഫ്ലവർ ഗാർഡനിൽ പോകണമെന്ന്. ഇവിടെ പോയപ്പം ആ ഒരു ആഗ്രഹമൊക്കെ പോയി. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, അവിടെ പൂമ്പാറ്റയൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വൺസ് ഇൻ എ ലൈഫ് ടൈം വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ചാൻസ് കിട്ടട്ടെ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇങ്ങനത്തെ ഗാർഡൻ വിസിറ്റ്സ്, അതേപോലെ തന്നെ ഇങ്ങനത്തെ ഫ്ലവർ ഷോ ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക്. പിന്നെ അടുത്തതാണ് ഈ സ്മർഫ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പേസ്. അവിടെ ശരിക്കും കാർട്ടൂൺസിൽ കാണുന്നത് പോലത്തെ നമ്മളുടെ സൂപ്പർ മാരിയോയിലൊക്കെ പോലെയാണ് എനിക്ക് തോന്നിയത്. സൂപ്പർ മാരിയോൻ്റെ അകത്ത് ലാസ്റ്റ് കാണുന്ന വീടൊക്കെ ഇല്ലേ, അപ്പം അങ്ങനെ ഓൾ ഇസ് ലൈക്ക് റിലേറ്റഡ് ടു കാർട്ടൂൺസ് ആൻഡ് ക്യാരക്ടേഴ്സ്, അങ്ങനെയൊക്കെയാണ്. കുറേ കാർട്ടൂൺസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, എന്നാലും മിക്കി മൗസിൻ്റെ സ്റ്റാച്യു ഒക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇരുട്ടി തുടങ്ങിയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോസാണ്. അവിടെ റെപ്പോൺസലിൻ്റെ വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും എൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേറൊരു ഫോണിൽ ക്യാപ്ചർ ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലാരിറ്റിയുടെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ബട്ട് സ്റ്റിൽ ഐ വോണ്ട് യു ടു സീ ഓൾ ദോസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു കേട്ടോ, ബിക്കോസ് അതിൽ കൂടെ പുകയൊക്കെ വരുന്നില്ലേ. അപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു അതിശയം തന്നെയായിരുന്നു. മിറാക്കിൾ ഗാർഡൻ എന്നുള്ള പേരിനോട് ഇവർ നീതി പുലർത്തിയിട്ടുണ്ട്. ആരാണ് ഇതിൻ്റെ നെയിമിങ് ചെയ്തതെങ്കിലും കംപ്ലീറ്റ്ലി അത് ശരിക്കും അറിഞ്ഞിട്ട പേര് തന്നെയാണ്. നമ്മൾ എത്ര കണ്ടു നിന്നാലും നമുക്ക് മടുക്കൊന്നുമില്ല. ഇപ്പോൾ നേരം നന്നായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലൈറ്റിങ്ങിൽ ഈ ഫ്ലവേഴ്സൊക്കെ കാണാൻ വേറൊരു ഭംഗിയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടിയും ഫെയറി ടൈപ്സ് ഓഫ് സ്ഥലങ്ങൾ കാണാം. അപ്പോൾ ഇത് ഈ കാണുന്നത് കാസിലാണ്. ഒരുപാട് കാസിൽസ് അവിടെ ഉണ്ട്. ആ സ്റ്റാച്യു റെപ്പോൺസലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്റ്റാച്യു ആണ്. ടാങ്കിൾഡ് മൂവി കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. എൻ്റെ സിസ്റ്ററിൻലോ റെഫർ ചെയ്തിട്ടാണ് ഞാൻ ആനിമേറ്റഡ് മൂവീസ് കണ്ടിട്ടുള്ളത്. അതിലെൻ്റെ 2 ഫേവറേറ്റ് മൂവീസാണ് മോവാനയും പിന്നെ ടാങ്കിൾഡും. ഞാൻ അധികം ആനിമേറ്റഡ് മൂവീസ് അങ്ങനെ കാണാറില്ല, പക്ഷേ ഈ 2 മൂവീസും നല്ല സ്റ്റോറി ലൈനുമാണ്, അതേപോലെ തന്നെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഈ റെപ്പോൺസലിൻ്റെ സ്റ്റാച്യു ഉണ്ടാക്കിയിട്ട് അവളുടെ ഡ്രസ്സിലാണ് ഈ പ്ലാന്റ്സ് വളർത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാസിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൂടെ മീൻസ് ജസ്റ്റ് ഒരു പാസേജ് ആയിട്ടിട്ടുണ്ടായിരുന്നു അപ്പുറത്തോട്ട് പോകാൻ. അവിടെ ഒരുപാട് വേറെ കാസിൽസും ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ അതിൽ കൂടെ എൻ്റർ ചെയ്യുമ്പോൾ കുറേ ലൈറ്റ്സും പിന്നെ അതേപോലെ പോട്ട്സൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവിടുന്ന് പുറത്ത് കിടക്കാനുള്ള പാസേജ്. ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചിന്തിച്ചു നിങ്ങൾക്ക് ബോറടിക്കുമെന്ന്. പിന്നെ ഞാൻ ആലോചിച്ചു ഇത് ശരിക്കും ഇങ്ങനെ കാമായിട്ട് പറഞ്ഞു പോകേണ്ട ഒരു വീഡിയോ തന്നെയാണ്. നമ്മൾ ഭയങ്കര ഹാഷ് ബുഷായിട്ട് പറഞ്ഞ് തീരേണ്ട വീഡിയോ അല്ല. ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്, നമ്മളൊന്ന് മൈൻഡ് റിലാക്സ് ആയിട്ട് കണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ മൈൻഡ് അവിടെ പോയപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ കൂടെയും പോകുന്നത്. അപ്പം നേരത്തെ കാണിച്ച പോലത്തെ ഡിസ്നി മൂവീസിലൊക്കെയുള്ള കുറേ കാസിൽസൊക്കെ അവർ പണിത് വെച്ചിട്ടുണ്ട്.
ഇതെല്ലാം ഈ കാസിൽസിൽ എല്ലാം പൂക്കളാണ്. രാത്രി ആയതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോണ് ചാർജ് തീർന്നതുകൊണ്ട് തന്നെ എൻ്റെ വേറൊരു ഫോണിലാണ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ക്ലാരിറ്റിയുടെ ഡിഫറൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ ഐ ഹോപ്പ് ദിസ് ലുക്സ് ഗുഡ്. പിന്നെ ഞാൻ പോയ ടൈമിങ് കറക്റ്റായെന്ന് എനിക്ക് തോന്നി. കാരണം ഈ ലൈറ്റിങ്ങും അതേപോലെ തന്നെ നൈറ്റ് വ്യൂവിൽ മൂണിൻ്റെ ഒരു പ്രസൻസിൽ ഈ വ്യൂസ് കാണാൻ പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. കാസിലൊക്കെ ശരിക്കും ഇങ്ങനെ ഒരു റിയൽ പാലസ് വിസിറ്റൊക്കെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ശരിക്കും ഒരു ഡ്രീം വേൾഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്തൊരു സാറ്റിസ്ഫാക്ഷനിൽ ഞാനവിടെ വണ്ടർ അടിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും എൻ്റെ കസിൻ എന്നെ കാണാനായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് അവനെ മീറ്റ് ചെയ്ത് റൂമിലോട്ട് തിരിച്ചു പോയി. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടതാണ് എൻ്റെ ലൈഫിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെമ്മറബിൾ ഡേ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ജൂ വ്ളോഗ്സ്. ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.